ഒരു മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് കൂടി, പ്രത്യേകിച്ചും നമ്മുടെ മനുഷ്യൻ്റെ സർഗാത്മകമായ ഭാവിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധിക്ക് മേൽ ആധിപത്യം സൃഷ്ടിക്കുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന്. തീർച്ചയായിട്ടും AI എന്ന് പറയുന്നത് എല്ലാ ടെക്നോളജി പോലെ തന്നെ രണ്ട് വശങ്ങളുണ്ട്. പക്ഷെ ഇത് മറ്റുള്ള ഇന്ന് വരെ മനുഷ്യവംശത്തിനെ നമ്മൾ നോക്കിയാൽ ഇന്ന് വരെയുള്ള എല്ലാ ടെക്നോളജിയേക്കാളും പവർഫുള്ളും ഒപ്പം അപകടകാരിയുമായാണ് AI. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. നമുക്കൊരിക്കലും AI നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമ്മളിനി പർപ്പസ്ഫുള്ളി വിചാരിച്ചാൽ പോലും സാധിക്കാത്ത തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഒന്ന് എന്താ പറയുക, AI സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക, ടെക്നോളജി എക്സ്പേർട്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. സത്യ നിദാലെ അല്ലെങ്കിൽ സുന്ദർ പിച്ചെ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയൊക്കെ CEO, അവർ വളരെയധികം പോസിറ്റീവ് റെസ്പോൺസാണ് AIക്ക് കൊടുക്കുന്നത്. അതായത് നോബഡി ക്യാൻ ചേഞ്ച് ദ വേൾഡ് ദാൻ AI. അല്ലെങ്കിൽ ഇനി ഇത്രയും നാൾ വന്ന ടെക്നോളജി ബൂം എന്ന് പറയുന്നത് AIക്ക് അപ്പുറമില്ല. അത്രയധികം എന്താ പറയുക, അത്രയധികം മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു, ഇനി ഇടപെടാൻ പോകുന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, സ്റ്റീഫൻ ഹോക്കിംഗ് എന്താണ് AIനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? Full development, that term is very important. Full development of AI is going to kill you. It's not in terms of, it's not going to shoot you, it's not going to give poison you, but it's going to ruin you. Full development. Elon Musk ഒരു യാത്രയുടെ ഒരു ഭാഗം വരെ AIയെ വളരെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷം എലോൺ മസ്ക് എന്താണ് പറയുന്നത്? സമ്മണിങ് ഓഫ് ഡെമോൺസ്. നമ്മളെ തന്നെ അറിഞ്ഞോ അറിയാതെ കൊല്ലുകയാണ്. അതായത് AIക്ക് രണ്ട് വശങ്ങളുണ്ട്. ഇന്ന് ആക്റ്റീവ് ടെക്നോളജിക്കൽ ഫീൽഡിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിന് ഒരിക്കലും 100% തള്ളി പറയാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹത്തിന് സത്യസന്ധമായ മറുപടികൾ മാത്രമേ നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും ഇന്ന് വരെ ടെക്നോളജിക്കൽ ഫീൽഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. AI ഈസ് ഗ്രേറ്റ് ഇഫ് യു യൂസ് ഇറ്റ് വൈസ്ലി ആൻഡ് കറക്റ്റ്ലി. സോ എന്തൊക്കെയോ ആരൊക്കെയോ മറച്ചു പിടിക്കുന്നു, ശരിയല്ലേ? AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ 100% മനുഷ്യ വംശത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കേപ്പബിൾ ആണ് ഫോർ സം ഏരിയാസ് ഒള്ളി. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് മരണം വരെയും മനുഷ്യനായി ജീവിക്കാനാണ് ഇഷ്ടം. ക്ലൈമറ്റ് ചേഞ്ച് മോഡലിംഗ്, അതർ പ്ലാനറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിസർച്ച് സ്റ്റഡീസ്, ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ്, ബിസിനസ് റിലേറ്റഡ്, എക്കണോമിക്സ്, ഇതിൻ്റെ എല്ലാം പഠനങ്ങൾ എളുപ്പമാക്കാൻ, ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ എളുപ്പമാക്കാൻ, ടെസ്ല പോലെയുള്ള പുതിയ കാറുകൾ വരാൻ, ഇതിനെല്ലാം ഞാൻ അങ്ങേയറ്റം AIയോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നു, ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യനായി കാണണ്ടേ? മനുഷ്യനും യന്ത്രങ്ങളും ഒന്നാകുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതായിരിക്കാം പോപ്പ് പറയാൻ ആഗ്രഹിച്ചത്, ഇതായിരിക്കാം ബിൽ ഗേറ്റ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഇലാൻ മസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർഗാത്മകതയിലേക്ക് വരികയാണെങ്കിൽ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ഏതെങ്കിലും AI ടൂൾ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ ഒരു 4 വരി എഴുതാനോ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നും കൂടെ റീഫ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അടുത്ത ഇതേ മീനിങ്ങിൽ അടുത്ത റീഫ്രൈസ് വരും, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കൂ, നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതിന് പരിമിതികളുണ്ടാകാം, 100% പരിമിതികളുണ്ടാവാം. പക്ഷെ അത് നിങ്ങളുണ്ടാക്കിയതാണ്. ആദ്യ AI നോവൽ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ആൻ ഓതർ എന്നാണ് അതിൻ്റെ പേര്.
ഈ ഡെത്ത് ഓഫ് ആൻ ഓതറിൽ ഒരു റൂമും വിൻഡോയൊക്കെ പറ്റി വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഇത്രയും എഴുത്തുകാർ ഇവിടെ ഇരിക്കുന്നു, ബെന്യാമൻ സാർ ഇവിടെ ഇരിക്കുന്നു. ബെന്യാമൻ സാർ ഒരു റൂമിനെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരുഭൂമിയെ പറ്റി സംസാരിക്കുമ്പോൾ, അതുപോലെ ആയിരിക്കണമെന്നില്ല ഞാൻ എഴുതുന്നത്, അതുപോലെ ആയിരിക്കണം എന്നില്ല അശോകൻ സാർ എഴുതുന്നത്, എല്ലാവരും എഴുതുന്നത് വേറെ വേറെ ആയിരിക്കില്ലേ? പക്ഷെ നമുക്ക് എന്താണ് എയിൽ നിന്ന് കിട്ടുക? നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് റീഫ്രൈസ്ഡ് ആണ്. നമുക്ക് റീഫ്രൈസ് അല്ല വേണ്ടത്, അല്ലേ? നമുക്ക് വേണ്ടത് റീഫ്രൈസ് ആണോ? നമുക്ക് വേണ്ടത് യുണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ്, അല്ലേ? അപ്പോൾ എങ്ങനെ സർഗാത്മകത AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും? നിങ്ങളെല്ലാവർക്കും അറിയാമായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുന്നേ ബോളിവുഡിൽ ഒരു സമരം നടന്നത്. സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ടൊക്കെ ടെക്നീഷ്യൻസ് കോപ്പറേറ്റ് ചെയ്യാതിരുന്നത് ഹോളിവുഡിലൊക്കെ. അതെ. അപ്പോൾ ഈ സർഗാത്മകമായ വിഷയങ്ങളിൽ AI-യുടെ കടന്നുകയറ്റം ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡിജിറ്റൽ പെയിൻറ്റിങ് നമുക്ക് മേടിക്കാം. പക്ഷെ അതിന് ഒരു എന്താ പറയുക, ആ ഡിജിറ്റൽ പെയിൻറ്റിന് രവിവർമ്മ ചിത്രത്തിൻ്റെ ആത്മാവ് ഉണ്ടാകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഉണ്ടാകുമോ? ഈ ഡിജിറ്റൽ പെയിൻറ്റിന് എവിടെയോ ഒരു കച്ചവടത്തിൻ്റെ മാത്രം മണമാണുള്ളത്. പക്ഷെ ആത്മാവുള്ള ചിത്രങ്ങൾ ഒരു പെയിൻറ്ററുടെ ബ്രഷിൻ്റെ ഉള്ളിൽ തന്നെ വരികയാണ്. അത് ആ പെയിൻറ് ചെയ്യുന്ന നിമിഷത്തിൽ അയാളുടെ മനസ്സിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷോർട്ട് കംസും ചേർന്ന് വരുന്നതായിരിക്കും. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ സർഗാത്മകതയെ AI റീപ്ലേസ് ചെയ്യുന്നതിനെ ഒരു റിസർച്ചർ എന്ന രീതിയിലും പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിലും എനിക്കത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും AI-നെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. എല്ലാം വായിക്കണം, പക്ഷെ എന്ത് വിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമായിരിക്കണം. അത് നിങ്ങൾ AI-ക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദൂഷ്യങ്ങളെല്ലാം തിരിച്ചു വരിക.